കോടതി വിധി വന്നതോടെ സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും താൽക്കാലിക വി സിയെ നിർദ്ദേശിക്കാൻ സർക്കാർ നടപടി തുടങ്ങും. താൽക്കാലിക വി സി സ്ഥാനത്തേക്ക് നിയമിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി ഗവർണർക്ക് കൈമാറും. അപ്പീൽ തള്ളി ഹൈക്കോടതി വിധിയിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച് രാജ്ഭവൻ ഇന്ന് തീരുമാനമെടുക്കും. ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെതിരെ സമരം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷെബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. എസ് കെ, നമുക്കറിയാം കേരള സർവകലാശാലയിലടക്കം വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് ഗവർണർക്ക് കോടതിയിൽ നിന്നൊരു തിരിച്ചടി കിട്ടുന്നത് താൽക്കാലിക വി സി നിയമനത്തിന്റെ കാര്യത്തിൽ. മാത്രവുമല്ല, ഈ രണ്ട് സർവകലാശാലകളിൽ സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിലാണ് ഗവർണർക്ക് ഇതിലെ തിരിച്ചടി ഉണ്ടായത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. താൽക്കാലിക വി സി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. മാത്രമല്ല, കൂടാതെ ചില കാര്യങ്ങൾ കൂടി കോടതി അതിനകത്ത് ആഡ് ഓൺ ചെയ്യുകയും ചെയ്തിരുന്നു. താൽക്കാലിക വി സിമാരുടെ കാലാവധി 6 മാസത്തിൽ കൂടുതലാകരുതെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ രാജ്ഭവൻ ഇനി എങ്ങനെ തുടർ നടപടി എടുക്കണം എന്നുള്ള കാര്യം നിയമപരമായി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത ഇന്ന് തന്നെ രാജ്ഭവന്റെ തുടർ നീക്കം ഏതെങ്കിലും മുഗൾ കോടതിയെ സമീപിക്കണോ അതല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇന്ന് തന്നെ രാജ്ഭവന്റെ തീരുമാനം വരും. അതേസമയം ഈ ഹൈക്കോടതി വിധി വന്നതോടെ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വി സി നിർദ്ദേശിക്കാൻ സർക്കാർ നടപടി തുടങ്ങിയിട്ടുണ്ട്. താൽക്കാലിക വി സി സ്ഥാനത്തേക്ക് നിയമിക്കേണ്ടവരുടെ പാനൽ തയ്യാറാക്കും. പട്ടിക തയ്യാറാക്കി 2 ദിവസത്തിനകം ചാൻസലർക്ക് കൈമാറാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം. അതേസമയം കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലർ ഇതുവരെയും സർവകലാശാലയിൽ എത്തിയിട്ടില്ല. മോഹൻ കുന്നുമ്മൽ ഇതുവരെയും സർവകലാശാലയിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഇന്നും അദ്ദേഹം എത്തിയാൽ തടയും എന്നുള്ളതാണ് SFIയുടെ നിലപാട്. SK. ഓക്കെ, താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് രാജ്ഭവന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.